അങ്ങനെ നമ്മൾ കിവിയെ വീട്ടിലാക്കിയിട്ട് ഒന്നൂടെ പുറത്ത് പോവാണ്. കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കൻ വാങ്ങിക്കാൻ പോയി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഇനി ഒരൈറ്റം കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പൊ ദേ കടച്ചക്കയാണ്. അപ്പൊ ഇത് വാങ്ങിച്ചത് എന്താന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ നമ്മൾ ബിരിയാണി വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ദേ അവിടെ എത്തിയപ്പോൾ ഒരു റോസയൊക്കെ പിടിച്ചിരിക്കുന്നു. ഇത് പിന്നെ കണ്ടാൽ ഞാൻ വെറുതെ വിടത്തില്ല, അത് പിച്ചിയിരിക്കും. അങ്ങനെ അതൊക്കെ ഞാൻ കിവിക്ക് വെച്ചു കൊടുത്തു. പക്ഷെ കിവിയുടെ തലയിൽ അത് ഇരിക്കുന്നില്ല. പിന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോ മിക്കി എന്നെ കിടന്ന് വിളിക്കുന്നത്. സാധാരണ ഈ റോസ് ഞാൻ മിക്കിക്കായിരുന്നു വെച്ചു കൊടുക്കാറ്. അങ്ങനെ ഞാൻ കുറച്ചു നേരം മിക്കി ഒന്ന് കൊഞ്ചിച്ചിട്ട് നേരെ ബിരിയാണി പരിപാടിയിലോട്ട് കടന്നു. അപ്പൊ ഇന്നത്തെ ബിരിയാണി വെക്കാൻ പോകുന്ന ഞാനാണ്. സോ എനിക്ക് നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചത്. അങ്ങനെ കുഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കുഞ്ഞായിരുന്നു ബിരിയാണി വെക്കാൻ ഇരുന്നത്, പിന്നെ ഫ്ലോപ്പായി പോകണ്ടെന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിവി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ദമ്മിടണം. എനിക്കിങ്ങനെ ബിരിയാണിക്കകത്ത് ഒരുപാട് മുന്തിരിയും കടച്ചക്കയും കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ അത് ആവശ്യത്തിലധികം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് സെറ്റ് ആക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാത്രത്തിലോട്ട് ആക്കണം. അപ്പൊ ഇത് കഴിക്കാൻ എടുത്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നമ്മൾ പപ്പടം അച്ചാറൊന്ന് മറന്നുപോയി. ഇനിയിപ്പോ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ.